നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആഹ്ലാദം അലതല്ലി. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ക്ഷീരോത്പാദക മേഖല കൈവരിച്ച നേട്ടം അഭിനന്ദനാർഹമാണെന്ന് മുഖ്യമന്ത്രി. കാസർഗോഡ് മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സ് തസ്തികകളിൽ നിയമനം നടത്തണമെന്ന ആവശ്യം. KGSNA ജില്ലാ സമ്മേളനത്തിന് സമാപനം. ചാലിങ്കാൽ പെരിയ ദേശീയപാതയിലെ തകർച്ചയ്ക്ക് പരിഹാരം തേടി ആദിവാസി കോൺഗ്രസിന്റെ പ്രതിഷേധം. ആദിവാസി കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ജീവിത ദുരിതങ്ങളിൽ കഴിയുന്ന മീങ്ങോത്തെ ശൈലജയ്ക്കും ഇരിയയിലെ ഷർമിളയ്ക്കും കാരുണ്യമതികളുടെ സഹായഹസ്തം. ഐതിഹ്യസമ്പന്നമായ മടിയൻകൂലം പാട്ടുത്സവത്തിന് ജനുവരി 12 തുടക്കമാകും. കുലകൊത്തൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ ഉത്സവ അന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്താനായി നടപടികൾ ലളിതമാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അതുപോലെ ഇന്ന് നിർമ്മാണ വസ്തുക്കളുടെ ക്ഷാമം വലിയ പ്രശ്നമായി വന്നിട്ടുണ്ട്. മണ്ണ്, കരിങ്കല്ല്, ഇതുപോലുള്ള കാര്യങ്ങൾ. പരിസ്ഥിതി നമുക്ക് സംരക്ഷിച്ചേ മതിയാവും. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ ജനങ്ങളുടെ ആവശ്യം നടക്കണ്ടേ? ഇന്ന് മണലും മണ്ണും പാറയും ഇല്ലാതെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമുക്ക് നടത്താൻ പറ്റുമോ? ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ വന്നെങ്കിലും ജനങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില പരാതികൾ ഏറെ ദയനീയമാണ്. നിയമക്കുരുക്ക് ഉദ്യോഗസ്ഥരെയും പ്രശ്നത്തിലാക്കുന്നു. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. ജനങ്ങളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് സഹകരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. 4 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ ആദ്യഘട്ടമായി 12ഓളം താലൂക്ക് ഓഫീസുകളാണ് പ്രവർത്തിക്കുക. 100 വർഷം പൂർത്തിയാക്കുന്ന ഹോസ്ദുർഗ് താലൂക്ക് പഴയ കെട്ടിടം അതിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് പൈതൃക സ്വത്തായി നിലനിർത്തുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. PWD കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ V ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശതവാർഷികാഘോഷ റിപ്പോർട്ട് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അവതരിപ്പിച്ചു. P കരുണാകരൻ MP മുഖ്യാതിഥിയായിരുന്നു. MLA മാരായ K കുഞ്ഞിരാമൻ തൃക്കരിപ്പൂർ, K കുഞ്ഞിരാമൻ ഉദുമ, NA നെല്ലിക്കുന്ന്, അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും സംസാരിച്ചു. E ചന്ദ്രശേഖരൻ MLA സ്വാഗതവും സബ് കളക്ടർ ജീവൻ ബാബു നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ ക്ഷീരോത്പാദക മേഖല അടുത്ത കാലത്തായി കൈവരിച്ച നേട്ടം അഭിനന്ദനാർഹമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കാസർഗോഡ് മിൽമ ഡയറിക്ക് വേണ്ടി മാവുങ്കാലിൽ നിർമ്മിച്ച പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉദ്ഘാടന പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാധനായ കേരള മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു രംഗം ഇതാണ്. പാൽ ഉൽപാദന രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തതയെത്തണം. അതും ചുരുങ്ങിയ കാലയളവിൽ. വില വർധനവ് പ്രത്യേകിച്ച് നിത്യോപക സാധനങ്ങൾക്ക് ഉണ്ടാകുന്നതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. എന്നിട്ടും 3 വർഷത്തിനുള്ളിൽ 13 രൂപ 1 ലിറ്റർ പാലിന് കൂട്ടാൻ ഗവൺമെന്റ് പച്ചക്കൊടി കാട്ടിയത് ക്ഷീര കർഷകരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. 3 വർഷത്തിനിടെ മിൽമ ലീറ്ററിന് 13 രൂപ കൂടിയപ്പോൾ 11 രൂപ ഈ വകയിൽ കർഷകന് കൂട്ടിക്കൊടുക്കാനായി. കർഷകന്റെ അഭിവൃദ്ധിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ തൊട്ട് പ്രാദേശിക സമിതി വരെയുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരോത്പാദക മേഖലയെ നേട്ടത്തിലേക്ക് ഉയർത്തിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പാലുൽപാദന രംഗത്ത് 2 വർഷത്തിനകം സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ക്ഷീരവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. നവീകരിച്ച ട്രേ സ്റ്റെറിലേഷന്റെ ഉദ്ഘാടനം P കരുണാകരൻ MPയും കർഷകരുടെ കുട്ടികൾക്കുള്ള 75 ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം E ചന്ദ്രശേഖരൻ MLAയും നിർവഹിച്ചു.
പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ കോൺട്രാക്ടറെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശ്യാമളാദേവി ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ KT സരോജിനി, മിൽമ മാനേജിംഗ് ഡയറക്ടർ PK പതക്, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൗരപ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിയൻ മാനേജിംഗ് ഡയറക്ടർ KT തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ KN സുരേന്ദ്രൻ നായർ സ്വാഗതവും ഡയറക്ടർ ജെസ്സി ടോം നന്ദിയും പറഞ്ഞു. ജില്ലയിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്റ്റാഫ് നഴ്സ് തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് ആവശ്യം. കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സ്റ്റൈപ്പൻഡ് തുക കാലോചിതമായി പരിഷ്കരിക്കണമെന്നും മെയിൽ നഴ്സുമാരുടെ യൂണിഫോം പരിഷ്കരിക്കണമെന്നും KGSNA ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം VP ജാനകി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ മഗധ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിലാണ് സമ്മേളനം നടത്തുന്നത്. ആ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വിജനമായിട്ടുള്ള ഒരുപാട് സ്ഥലമുണ്ട്, മൈതാനം പോലെ. അവിടെ ഒക്കെ നിറയെ പശുക്കളാണ്. ജില്ലാ പ്രസിഡന്റ് KK രജിത അധ്യക്ഷയായി. പ്രതിനിധി സമ്മേളനം ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. VR രാജു, PV അനീഷ്, ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന് സമാപനം. കുന്നുമ്മൽ ബാങ്ക് ഹാളിലാണ് ജില്ലാ സമ്മേളനം നടന്നത്. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU 4ാമത് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ചെയ്തു, നമ്മൾ ഈ തിരുവനന്തപുരത്ത് നമ്മൾ നടത്തി. ഇനിയിപ്പോൾ അത് ഗവൺമെന്റ് അംഗീകരിച്ച അതിന് ഡിമാൻഡ് നടപ്പിലാക്കാൻ വേണ്ടി സമരം നടത്തി. കാരണം ഗവൺമെന്റ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെന്റ് അല്ല. ആ നല്ല ബോധ്യം നമ്മളെ സംബന്ധിച്ച് പോകണം. ഇതെല്ലാം ഇവർ ചെയ്തു തരും എന്ന ധാരണ വേണം. ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞു നല്ല ദിവസമാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ഗവൺമെന്റ് ജില്ലാ പ്രസിഡന്റ് M ശാന്തകുമാരി അധ്യക്ഷയായി. VV പ്രസന്നകുമാരി, E പത്മാവതി, M മഞ്ജുഷ, T ബിന്ദു, ബീന തുടങ്ങിയവർ സംസാരിച്ചു. DV അമ്പാടി സ്വാഗതവും K ശകുന്തള നന്ദിയും പറഞ്ഞു. സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്ക് പൂർണ്ണമായും ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തണമെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫാർമസി എംപ്ലോയീസ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കുന്നുമലിലാണ് സമ്മേളനം നടന്നത്. സ്വകാര്യ ആശുപത്രി തൊഴിൽ നിയമം നടപ്പിലാക്കണമെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫാർമസി അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ അതുപോലുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾക്ക് സർക്കാരിനോടാണ് അവരുടെ പ്രതിഷേധവും പ്രക്ഷോഭവും അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ആശുപത്രി മാനേജ്മെന്റുകളോട് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുടമസ്ഥന്മാരോടും ഈ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇതിനെല്ലാമായുള്ള നിയമങ്ങൾ രാജ്യത്തുണ്ട്. ഉള്ള നിയമങ്ങൾ തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി A മാധവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. MJ മേരി, K രാജൻ, A കുഞ്ഞിരാമൻ, M സത്യൻ, C ശോഭലത, ഉല്ലാസ്, K ഷെരീഫ്, A സുധ, K സുലോചന, P പ്രീത, K രമണി, K രാധ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 130ാം ജന്മദിനാഘോഷം പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. അമ്പലത്തറയിലായിരുന്നു പരിപാടി നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 130ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അമ്പലത്തറയിൽ പൊതുസമ്മേളനം നടന്നു. സ്വാതന്ത്ര്യ സമര സേനാനി കേശവജിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും KPCC നിർവാഹക സമിതി അംഗം P ഗംഗാധരൻ നായർ പതാക ഏറ്റുവാങ്ങി. പൊതുസമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ച ജന്മദിന വാർഷിക പരിപാടിയുടെയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനാഘോഷ പരിപാടിയുടെയും ദേശീയ രംഗത്തും പ്രത്യേകിച്ച് കേരളത്തിനും വികസന രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിന്ന സമാരാധ്യനായ ശ്രീ K കരുണാകരൻ്റെ ഓർമ്മക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുൻ അധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല എന്നാൽ ഈ പരിപാടിയുടെ നമ്മുടെ ജില്ലയിലെ പരിപാടിയുടെ തുടക്കം കുറിച്ചു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ P ഗംഗാധരൻ നായർ, വിനോദ് കുമാർ പള്ളയിൽ വീട്, C രാജൻ, C ബാലകൃഷ്ണൻ, CK അരവിന്ദാക്ഷൻ, V ബാലകൃഷ്ണൻ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു.
ചാലിങ്കാൽ പെരിയ ദേശീയപാതയിലെ തകർച്ചയിൽ പ്രതിഷേധം. ആദിവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസവും ഒപ്പുസമരവും സംഘടിപ്പിച്ചു. ദേശീയപാതയിലെ പൊടിശല്യം മൂലം ദുരിതത്തിലായ ചാലിങ്കാൽ ആദിവാസി കോളനിയിലെ കുടുംബങ്ങളെ സംരക്ഷിക്കുക, ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ആദിവാസി കോൺഗ്രസ് പുല്ലൂർ പെരിയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ഉപവാസത്തോടൊപ്പം ഒപ്പുസമരവും നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിക്കാനാണ് ഒപ്പുശേഖരണം നടത്തിയത്. ദേശീയപാതയോരത്ത് നടന്ന ഉപവാസം KPCC നിർവാഹക സമിതി അംഗം P. ഗംഗാധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടന വളരാൻ മാത്രമല്ല, സമൂഹ രംഗത്തും ഇടിച്ചു നിൽക്കാൻ നമുക്ക് ഒരുപാട് ഇത്തരം കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നു, പറയുന്നു, പ്രതികരിക്കുന്നു കാണുമ്പോഴാണ് നമ്മൾ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആളുകളെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നു. ആദിവാസി കോൺഗ്രസ് ആദിവാസികളുടെ കാര്യം മാത്രമല്ല, ജനനന്മ, സമൂഹ നന്മ, സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ അത് ആരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. ആദിവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P. അശോകൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, പത്മനാഭൻ ചാലിങ്കാൽ, സാജിദ് മൗവൽ, C. രാജൻ, V. കണ്ണൻ, KV ഗംഗാധരൻ, TK സോമൻ, രതീഷ് ഇരിയ, പ്രമോദ് പെരിയ, T. രാമകൃഷ്ണൻ, K. ഭാസ്കരൻ, C. മനോജ് കുമാർ, ശശി തന്നിത്തോട്, അനീഷ് ചാക്യാർപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘത്തിന്റെ സ്ഥാപക ദിനം. നാടെങ്ങും വിവിധ പരിപാടികളും ഘോഷയാത്രകളും നടന്നു. ബാലസംഘത്തിന്റെ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി ബാലസംഘം കൊളവയൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. പഠനം പീഡനമാകരുത് എന്ന സന്ദേശവുമായി നടന്ന ഘോഷയാത്രയ്ക്ക് ബാൻഡ് മേളവും ചെണ്ടമേളവും കൊഴുപ്പേകി. കൊളവയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര കാറ്റാടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് വെളിച്ചം നൽകുന്നവരാണ് കുഞ്ഞുങ്ങൾ എന്നാണ് ഉത്തരം. നിങ്ങൾ ഏതോ ഒരു തെങ്ങിന്റെ തലപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ തെങ്ങിന്റെ തലപ്പില് ഇളനീരും അതുപോലെ തേങ്ങയും കണ്ടാൽ എപ്പോഴും ഇളനീരിനാണ് മുകളിൽ സ്ഥാനം. അതുപോലെ എന്നും ആ ഇളം മനസ്സുകളുള്ള കുട്ടികൾ നിങ്ങൾക്കാണ് ലോകത്തും ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകിയത്. ആ ഉയർന്ന സ്ഥാനം നൽകിയത് നിങ്ങളെ നാളത്തെ വെളിച്ചം നിങ്ങളുടെ കയ്യിലൂടെ ലോകത്തിന് കൊളുത്താൻ വേണ്ടി മാത്രമാണ്. ആ കൊളുത്തുന്നതിന്റെ പിന്നിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഉണ്ണിനാരായണൻ, രതീഷ് പൊയ്യക്കട തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘത്തിന്റെ സ്ഥാപക ദിനം ബാലദിനമായി ആചരിച്ചു. ബാലസംഘം അമ്പലത്തറ മേഖലാ കമ്മിറ്റി പ്രതിഭകളെ ആദരിച്ചു. ബാലദിനാഘോഷത്തിന്റെ ഭാഗമായി അമ്പലത്തറ മേഖലാ കമ്മിറ്റി വിഷ്ണുപ്രിയയും അഞ്ജലി കുംബ്ലയും ആദരിച്ചു. ദേശീയതലത്തിൽ ഇൻസ്പയർ അവാർഡ് നേടിയ വിഷ്ണുപ്രിയയും കൈരളി TVയിൽ പട്ടുറുമാൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത അഞ്ജലി കുംബ്ലയുമാണ് ബാലസംഘം അനുമോദിച്ചത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം K. സബീഷ് ഉപകാരം നൽകി. ആ നാടിനെ ഈ നാടാക്കി മാറ്റിയത് ആരാ? അതിൽ വലിയ ഒരു പങ്ക് വഹിച്ചത് കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇഷ്ടദേവനെ ഒന്ന് അമ്പലങ്ങളിൽ പോയി തൊഴാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? M. നിതിൻ അധ്യക്ഷനായി. സുകന്യ, K. കുഞ്ഞിക്കണ്ണൻ, AV കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. രോഗബാധിതയായ അമ്മയ്ക്ക് തണലായി മാറിയ മീങ്ങോത്തെ ശൈലജയ്ക്കും വൃക്ക നീക്കം ചെയ്ത ഇരിയ കാട്ടുമടത്തെ ഷർമിളയ്ക്കും അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെ സഹായഹസ്തം. അമ്പലത്തറ ടൗണിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹായധനം കൈമാറി. രോഗബാധിതയായി തളർന്നു കിടപ്പിലായ മീങ്ങോത്ത് ഇക്കരങ്കോട് വീട്ടിലെ കല്യാണിക്ക് ഏകമകൾ ശൈലജ മാത്രമാണ് തുണ. 3 കുട്ടികളുമായി ജീവിക്കുന്ന ശൈലജയ്ക്ക് അമ്മയുടെ രോഗം ജോലിക്ക് പോകുന്നതിനും തടസ്സമാവുന്നു. കാരുണ്യമതികളുടെ സഹായം കൊണ്ട് മാത്രമാണ് ശൈലജയും കല്യാണിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇരിയ കാട്ടുമാടത്തിലെ ഷർമിയുടെ ഒരു വൃക്ക നീക്കം ചെയ്തതാണ്. ഭർത്താവ് സുകുമാരനും രോഗം മൂലം ജോലിക്ക് പോകാനാവുന്നില്ല. ദുരിതമനുഭവിക്കുന്ന 2 കുടുംബങ്ങൾക്കും അബുദാബി ശക്തി തിയേറ്ററിന്റെ പ്രവർത്തകർ സഹായവുമായി എത്തി. 2 കുടുംബങ്ങൾക്കും 1,00,000 രൂപ വീതം കൈമാറുകയുണ്ടായി. അമ്പലത്തറ ടൗണിൽ വെച്ച് നടന്ന ചടങ്ങിൽ P. കരുണാകരൻ MP സഹായം കൈമാറി. അതിന്റെ ഭാഗമായി തന്നെയാണ്
അബുദാബിയിലെ സോഷ്യലിസ്റ്റ് പ്രസിഡന്റാണ് കഴിഞ്ഞ 40-45 വർഷമായി ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മൾ കണ്ടത് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് സഹായിക്കുമ്പോൾ ഇവർക്കൊക്കെ അവിടെ എന്തോ വലിയ രീതിയിലുള്ള സുഖസമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുള്ളത്. CPM നേതാക്കളായ AK നാരായണൻ, M പൊക്ലൻ, M അസൈനാർ, TV കരിയൻ, M കുഞ്ഞമ്പു, AV കുഞ്ഞമ്പു, അബുദാബി ശക്തി തിയേറ്റർ സെക്രട്ടറി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നോർത്ത് കൊളവയൽ ഉപാസന കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അജാനൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും നടന്നു. നോർത്ത് കൊളവയൽ ഉപാസന കലാകേന്ദ്രത്തിന്റെയും അജാനൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് വാർഡംഗം സുലോചന ഉദ്ഘാടനം ചെയ്തു. MV നാരായണൻ അധ്യക്ഷനായി. ADS സെക്രട്ടറി അനിത, K രമേശൻ, M വേണു, ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് കാരാട്ട് തറവാട് കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യങ്ങൾ അരങ്ങിലെത്തി. കാഞ്ഞങ്ങാട് കാരാട്ട് തറവാട്ടിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി കാരാട്ട് പൊട്ടൻ തെയ്യം, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങളും ദണ്ഡ്യങ്ങാനത്ത് ഭഗവതിയമ്മയും കെട്ടിയാടി. അന്നദാനവും നൽകി. കളിയാട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. അത്യുത്തര കേരളത്തിലെ ഐതിഹ്യ സമ്പന്നമായ മടിയൻകുലോം ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് 2015 ജനുവരി 12 തുടക്കമാകും. കുലകൊത്തൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ചരിത്രപ്രസിദ്ധമായ മടിയൻകുലോം ക്ഷേത്രത്തിലെ പാട്ടുത്സവം ജനുവരി 12 മുതൽ 16 വരെ തീയതികളിൽ നടക്കും. 12 വൈകിട്ട് 5:30 അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടക്കും. 13 ഉച്ചയ്ക്ക് 1 അടോട്ട് മൂത്തേടത്ത് കുതിര കാഴ്ചാവരവ് നടക്കും. വൈകിട്ട് 6 നേരോത്ത് പെരട്ടൂർ കൂലോം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യം വരവ് നടക്കും. 14 ഉച്ചയ്ക്ക് 12 മണിക്ക് മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടക്കും. വൈകിട്ട് 4:30 അടോട്ട് പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടക്കും. രാത്രി 10 മണിക്ക് കിഴക്കുങ്കര കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ്, പുലർച്ചെ 4 കമ്പവലിയും നടക്കും. പാട്ടുത്സവത്തിന് മുന്നോടിയായി അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ ദേവസ്ഥാനത്ത് നിന്നും കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തു നിന്നും കുലകൊത്തൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഹ്ലാദം അലതല്ലി. ഹൊസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ക്ഷീരോത്പാദക മേഖല കൈവരിച്ച നേട്ടം അഭിനന്ദനാർഹമാണെന്ന് മുഖ്യമന്ത്രി. കാസർഗോഡ് മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സ് തസ്തികകളിൽ നിയമനം നടത്തണമെന്ന ആവശ്യം. KGSNA ജില്ലാ സമ്മേളനത്തിന് സമാപനം. ചാലിങ്കാൽ പെരിയ ദേശീയപാതയിലെ തകർച്ചയ്ക്ക് പരിഹാരം തേടി ആദിവാസി കോൺഗ്രസിന്റെ പ്രതിഷേധം. ആദിവാസി കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ജീവിത ദുരിതങ്ങളിൽ കഴിയുന്ന മീങ്ങോത്തെ ശൈലജയ്ക്കും ഇരിയയിലെ ഷർമിളയ്ക്കും കാരുണ്യമതികളുടെ സഹായഹസ്തം. ഐതിഹ്യ സമ്പന്നമായ മടിയൻകുലോം പാട്ടുത്സവത്തിന് ജനുവരി 12 തുടക്കമാകും. കുലകൊത്തൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.